ചേർത്തലയിൽ വിശ്രമ ജീവിതം നയിക്കുന്ന തോമസ് കുട്ടി വർഗീസും ആൻസമ്മയും പറയുന്നു, നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പിൽ. ഇരുനില വീടിന്റെ ടെറസിൽ മുന്തിരിയും പച്ചക്കറികളും വിളഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും. സന്തോഷം വിളയുന്ന ആ തോട്ടമൊന്ന് കണ്ടുവരാം. എറണാകുളം കലൂർ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച ആൻസമയും ആലുവ കർണാടക ബാങ്ക് മാനേജരായി വിരമിച്ച തോമസ് കുട്ടി വർഗീസും ഇപ്പോൾ മുഴുവൻ സമയവും കൃഷിയിൽ തന്നെ. വൈകുന്നേരങ്ങളിൽ അവർ നട്ടുവളർത്തിയ മുന്തിരിത്തോട്ടത്തിൽ വന്നിരിക്കും. മീനച്ചൂട് പോലും മാറി നിൽക്കുന്ന നല്ല തണുപ്പാണിവിടെ. രാവിലെയും വൈകിട്ടും പക്ഷികൾ മുന്തിരി കഴിക്കാൻ എത്തിയാലും ശല്യപ്പെടുത്താറില്ല. അവർ കഴിച്ചതിന് ശേഷമുള്ളത് മതി എന്ന തീരുമാനമാണ് ഇരുവർക്കും. അഞ്ചു വർഷം മുൻപ് തൃശൂർ മണ്ണൂത്തിൽ നിന്ന് കൊണ്ടുവന്ന 2 മുന്തിരി തൈകൾ ഇന്ന് വീടിന്റെ മുകൾ ഭാഗം മുഴുവൻ മുന്തിരിക്കുലകളാൽ വിളഞ്ഞു. പ്രത്യേകം പൈപ്പ് ഉപയോഗിച്ച് വല പാകിയാണ് മുന്തിരി നട്ടുവളർത്തിയത്. എല്ലുപൊടി, ചാണകം, അടുക്കള മാലിന്യം ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റ് വളം, ഇതാണ് മുന്തിരി തഴച്ചു വളരാനുള്ള രഹസ്യമെന്ന് ആൻസമ്മ പറയുന്നു. മീനിന്റെ വേസ്റ്റ്, ഇറച്ചിയുടെ വേസ്റ്റ്, ഈവൻ സാധനം പൊതിഞ്ഞുകൊണ്ടിരുന്ന ന്യൂസ് പേപ്പർ, കരിയില, പിന്നെ അങ്ങനെയുള്ള എല്ലാ പച്ചില എല്ലാ കുഴിയിലിടും. ആ കുഴി നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത കുഴിയിലിടും. അപ്പോൾ അടുത്ത കുഴി നിറഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ കുഴിയിലെ നല്ല ഒന്നാന്തരം കമ്പോസ്റ്റായിട്ട് അത് മാറിയിരിക്കും. ഇടയ്ക്ക് പിന്നെ കുമ്മായവും ഇച്ചിരി മണ്ണും കൂടെ ഒന്ന് വെതറണം ഇടയ്ക്ക്. കായ്ഫലമുണ്ടാകാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം മുതലാണ്. ഊട്ടിയിലും കൊടൈക്കനാലിലും കാണുന്ന പോലെയുള്ള വിളവാണ് ഈ വർഷം ഇവിടെ ലഭ്യമായതെന്ന് തോമസ്. മണ്ണൂത്തിന്ന് കസിൻ വഴി വാങ്ങിച്ചതാ. 2 ചുവട് വാങ്ങിച്ചു, തൈയായിട്ട് വാങ്ങിച്ചതാ. അത് രണ്ടും ഏകദേശം 5 വർഷമായി നമ്മളിതിൽ കായ ഉണ്ടാകുന്നുണ്ട്. ഈയിടെയാണ് കൂടുതൽ നമ്മളത് പ്രൂൺ ചെയ്ത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇത്തവണ പൊതുവെ കായ കൂടുതലാണ്. മുന്തിരി കൂടാതെ മറ്റനേകം പച്ചക്കറികളും ഉണ്ടിവിടെ. ഡ്രാഗൺ ഫ്രൂട്ട്, കോവൽ, പീച്ചിൽ, വെണ്ട, ചേന, ചേമ്പ്, പയർ, കാന്താരി എന്നിങ്ങനെ. അടുത്ത സീസണിൽ ഓറഞ്ചും ആപ്പിളും കൂടി കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും. 24 ചേർത്തല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.